ഹലോ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് പഠിച്ചത്. രണ്ട് തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇപ്പം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് മെയിൻ ആയിട്ട് വാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് മെയിൻ ആയിട്ട് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പലതരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം ജാവാസ്ക്രിപ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ ജാവ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് C++ ഉള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ പുതിയ ടെക്നോളജിയാണ് ജാവ. എന്നാൽ ജാവാസ്ക്രിപ്റ്റ് വേറൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം ജാവയും ജാവാസ്ക്രിപ്റ്റും രണ്ട് തരത്തിലുള്ള ലാംഗ്വേജസ് ആണ്. അപ്പം ഇതില് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത ഇതൊരു കംപ്ലീറ്റ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാലിഡേഷൻ, ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ ആ ഡേറ്റ വാലിഡേറ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് ഫോർമാറ്റിലുള്ള ഡേറ്റ ഒക്കെയാണോ എന്നൊക്കെ ഡേറ്റാസുകൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ്സുകൾ എൻട്രി ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ക്ലയന്റ് സൈഡ് ബ്രൗസർ ഇരുന്നുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അതിൽ ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം ജാവാസ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രൗസർ മൈക്രോസോഫ്റ്റിന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ബ്രൗസർ ആയിരുന്നു ലീഡിംഗ് ആയിട്ടുള്ള ബ്രൗസർ. അതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് ബ്രൗസേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ബ്രൗസറിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ബ്രണ്ടൻ എയ്ക്കിന്റെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരുന്നു ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത, ഈ ജാവാസ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോമുകളൊന്നും വേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മൾ എഴുതുന്ന HTML കോഡിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ ആദ്യകാല HTML സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് പഠിച്ചിരുന്നു. സ്ക്രിപ്റ്റുകൾ ഇത് ഇങ്ങനെ എഴുതുന്ന സ്ക്രിപ്റ്റ് ടാഗുകൾ എങ്ങനെയാണ് HTML-ന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച് HTML-ന്റെ കൂടെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസ് കോഡുകൾ എഴുതാം. ഇനി ആ സ്ക്രിപ്റ്റ് ടാഗില് HTML-നുള്ളിൽ ഹെഡർ സെക്ഷനിലോ ബോഡി സെക്ഷനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസുകൾ ആഡ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് എക്സ്റ്റേണൽ ഫയൽസ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫയൽസുകളായിട്ട് വേണമെങ്കിലും ജാവാസ്ക്രിപ്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പം ജാവാസ്ക്രിപ്റ്റിന്റെ എക്സ്റ്റൻഷൻ .js എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. മിക്കവാറും ഉള്ള എല്ലാ ബ്രൗസേഴ്സിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും മാത്രം ഫെമിലിയർ ആകാനായിട്ടും ഒക്കെയുള്ള കാരണം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം മെയിൻ ആയിട്ട് ക്ലയന്റ് സൈഡിന്റെ വാലിഡേഷൻ, നമ്മളൊരു ഓൺലൈൻ ഫോം ഒക്കെ എൻ്റർ ചെയ്യുമ്പം അതിലെ ഡേറ്റാസിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനായിട്ടും അതുപോലെ ചെറിയ ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻസുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഈ ലാംഗ്വേജ് നമ്മൾ ഈ പ്രാവശ്യം പഠിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പം പറഞ്ഞത്. പിന്നീട് നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ C++-നകത്ത് ഇന്റർപ്രറ്റ് കമ്പൈലർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ. വൺസ് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിനെ റൺ ചെയ്യിക്കാം. എന്നാൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത് ഇന്റർപ്രറ്റർ ആണ്. ഇന്റർപ്രറ്ററും കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. കമ്പൈലർ ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഇന്റർപ്രറ്റർ ഓരോ പ്രാവശ്യവും ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് എല്ലാ ബ്രൗസറും തന്നെ ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ഇന്റർപ്രറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ബ്രൗസറിലും എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, എല്ലാ ബ്രൗസറിലും വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ പറ്റി പറയുമ്പോൾ വേറൊരു പ്രത്യേകത, സാധാരണ നമ്മളൊരു വെബ് പേജ് റീലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്താ പറയണ്ടേ, നമ്മളൊരു നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഫുള്ളായിട്ട് ആ ഒരു ഫോമിലേക്ക്
വരുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ വിൻഡോയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ ബട്ടൺ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ആ ഫോമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ ഈ സെർവറിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആ രജിസ്റ്റർ നമ്പറിന്റെ ആ ഒരു പോർഷൻ മാത്രമാണ്. അല്ലാതെ ഒരു ഫുൾ പേജ് സെൻഡ് ചെയ്യുന്നതിന് പകരം പേജിന്റെ ഒരു സെക്ഷന് അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്യാം. ഇതിനെ സഹായിക്കുന്ന ടെക്നോളജിയാണ് അയാക്സ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അയാക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം ഇങ്ങനെ ഒരു വെബ് പേജ് ഫുള്ളായിട്ട് സെർവറിലേക്ക് റീസെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു വെബ് പേജിന്റെ ഒരു ചെറിയ പോർഷൻസുകളായിട്ട് സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് അയാക്സ്. അയാക്സ് എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം ആ ടെക്നോളജി അയാക്സ് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ടു ലാംഗ്വേജസ്, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML. ജാവാസ്ക്രിപ്റ്റും XML എന്ന് പറഞ്ഞ ലാംഗ്വേജ്. XML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML ലാംഗ്വേജ് അറിയാമല്ലോ, കുറെ സ്പെസിഫിക് ആയിട്ടുള്ള ടാഗുകൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് HTML. അത് നമുക്ക് നമ്മളുടേതായ ടാഗുകളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. HTML ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് XML. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട. എന്നാലും ജാവാസ്ക്രിപ്റ്റിൽ അയാക്സ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കാലത്തും ഈ ജാവാസ്ക്രിപ്റ്റ് ആൾക്കാര് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അയാക്സ് ടെക്നോളജിയാണ്. സിൻക്രോണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML എന്നാണ് അയാക്സിന്റെ ഫുൾ ഫോം, AJAX. നെക്സ്റ്റ് അടുത്തൊരു ലാംഗ്വേജ് ആണ് VBScript. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റും VBScripറ്റും. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ പറ്റി ഷോർട്ട് നോട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ആ ചെറിയ ചെറിയ പോയിന്റ്സുകൾ ഓർത്ത് വെച്ചിരിക്കുക. ആരാണ് ഡെവലപ്പ് ചെയ്തത്, പിന്നെ അതിന്റെ ഫീച്ചേഴ്സുകൾ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ ആണ് അത് എല്ലാ ബ്രൗസറിലും അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ദെൻ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഏത് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അയാക്സ് ടെക്നോളജി. അപ്പം അയാക്സ് എന്താണെന്നും നമ്മൾ എക്സാമിന് ചോദിക്കാം. അയാക്സിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഫുൾ വെബ് പേജ് സെർവറിലേക്ക് റീസെൻഡ് ചെയ്യുന്നതിന് പകരം വെബ് പേജുകളുടെ പോർഷൻസുകൾ അല്ലെങ്കിൽ സെക്ഷൻസുകളായിട്ട് സെൻഡ് ചെയ്ത് റീലോഡ് ചെയ്യിക്കാം. ഈ ടെക്നോളജി തന്നെയാണ് അയാക്സ് ടെക്നോളജി എന്ന് പറയുക. രണ്ടാമത്തെ ലാംഗ്വേജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാംഗ്വേജ് ആണ് VBScript. അപ്പം പറഞ്ഞല്ലോ, ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രൗസറായിട്ട് മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോററാണ്, മൈക്രോസോഫ്റ്റിന്റെ. അപ്പം ഈ ജാവാസ്ക്രിപ്റ്റ് വന്നതോടുകൂടി നെറ്റ്സ്കേപ്പ് കമ്മ്യൂണിക്കേഷന്റെ ബ്രൗസേഴ്സുകളൊക്കെ ഡിമാൻഡായി. അല്ലെങ്കിൽ അതുപോലത്തെ ബ്രൗസേഴ്സുകളൊക്കെ ഫീൽഡിൽ വന്നു, ഒരു കോമ്പറ്റീറ്റീവ് എൻവയറമെന്റ് വന്നു. അപ്പം മൈക്രോസോഫ്റ്റിനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവര് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VBScript. അപ്പൊ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അത് അവരുടെ ബ്രൗസർ ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോററായിരുന്നു. മറ്റ് ബ്രൗസറിൽ ഉപയോഗിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ VBScript എന്ന് പറഞ്ഞ ലാംഗ്വേജ് മൈക്രോസോഫ്റ്റ് അവരുടെ ബ്രൗസറിന് വേണ്ടി, അവരുടെ ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്, അതിനുവേണ്ടി മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VBScript. ഇനിഷ്യലി അത് ആദ്യം ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിരുന്നു. ദെൻ പിന്നീട് അവരുടെ ഇന്റർനെറ്റിലെ സെർവർ കമ്പ്യൂട്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ എഴുതാനായിട്ട്, അതായത് അത്തരം കമ്പ്യൂട്ടേഴ്സിന് പറയുന്ന പേരാണ് മൈക്രോസോഫ്റ്റിന്റെ അവരുടെ സ്വന്തം സെർവർ, ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്നാണ് പറയുക, IIS. ഈ സെർവറിന് വേണ്ടി പ്രോഗ്രാംസുകൾ എഴുതാനായിട്ട്, അതായത് സെർവർ സൈഡ് പ്രോഗ്രാംസുകൾ എഴുതാനായിട്ടും ഈ VBScript അവര് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ആദ്യം ക്ലയന്റ് സൈഡിൽ നിന്ന് മാറി പിന്നീട് സെർവർ സൈഡിലും സ്ക്രിപ്റ്റുകൾ എഴുതാനായിട്ട് ഉപയോഗിക്കാനായിട്ട് VBScript അവര് ഉപയോഗിച്ചു തുടങ്ങി. അതിനെ തുടർന്ന് പിന്നീട്
അധികകാലങ്ങൾക്ക് മുമ്പ് തന്നെ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവർ സൈഡ് പ്രോഗ്രാം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആണ്. കുറെ കളക്ഷൻ ഓഫ് ലൈബ്രറി ഫയൽസിന്റെ ഒക്കെ ഒരു കളക്ഷൻ ആണ് ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുക. ഈ ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിൽ അവര് VB സ്ക്രിപ്റ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇന്ന് മെയിൻ ആയിട്ട് VB സ്ക്രിപ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം VB സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത ഇതൊരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, അതുപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. അപ്പൊ പണ്ടത്തെ കാലത്ത് വിഷ്വൽ ബേസിക് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് രണ്ട് ലാംഗ്വേജ് ആണ്, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് പ്യുവർലി ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് മാത്രമാണ്. അത് ഏറ്റവും വൈഡ് ആയിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അത് ഇത്രയും പോപ്പുലർ ആകാനായിട്ടുള്ള കാരണം അതിന് ഉപയോഗിക്കാനായിട്ടുള്ള എളുപ്പം, അതുപോലെ തന്നെ എല്ലാ ബ്രൗസേഴ്സും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ആക്സ് എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജി അത് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഇത്രയും ഫെമിലിയർ ആകാനായിട്ടുള്ള കാരണം. ഇതിനുശേഷം നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. VB സ്ക്രിപ്റ്റ് ഒരു ക്ലയന്റ് സൈഡ് ലാംഗ്വേജുമാണ്, അതുപോലെ തന്നെ എന്താണ് സെർവർ സൈഡ് ലാംഗ്വേജുമാണ്. ഇത് മൈക്രോസോഫ്റ്റ് കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. അതുകൊണ്ട് തന്നെ ക്ലയന്റ് സൈഡിൽ അത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ അവരുടെ ബ്രൗസറിനെ ഉള്ളൂ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും ആയി. വീണ്ടും അത് കാലഘട്ടത്തിന്റെ ആവശ്യം അനുസരിച്ച് അത് അവര് ഡോട്ട്നെറ്റ് ഫ്രെയിംവർക്കിൽ അതിനെ ഉൾക്കൊള്ളിച്ചു. ASP.NET ഈ VB സ്ക്രിപ്റ്റിനെ അവര് കമ്പൈൻ ചെയ്ത് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നന്നായിട്ട് മനസ്സിലാക്കണം. ഇനിയും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ് രണ്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, താങ്ക് യു.